സംസ്ഥാനത്ത് ഈ ഭക്ഷ്യവിഷബാധയുമായി ബന്ധപ്പെട്ട് പലപ്പോഴും വില്ലൻ റോളിൽ നിൽക്കുന്നതാണ് മയണൈസുകളുടെ ഉപയോഗം. അടുത്തിടെയാണ് കേരളത്തിലെ ഇത്തരം ഭക്ഷണ വസ്തുക്കളുടെ കൂട്ടത്തിൽ മയണൈസിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചത്. മയണൈസിൽ ഉപയോഗിക്കുന്ന പച്ചമുട്ടയടക്കം പലപ്പോഴും ഇത്തരം ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാകുന്നുണ്ടോ എന്നുള്ള സംശയങ്ങൾ കൂടിയുണ്ട്. എന്തായാലും പച്ചമുട്ട ഇനി മയണൈസിൽ ഉപയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുകയാണ്. പാസ്ചറൈസ്ഡ് മുട്ട മാത്രമേ ഇനി മയണൈസിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. പാസ്ചറൈസ്ഡ് മുട്ട എന്ന് പറയുന്ന പ്രത്യേക മുട്ടയല്ല, 700 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം ചൂടാക്കി അതിൽ 3 മിനിറ്റ് മുട്ടയിടുക, അതിനുശേഷം ആ മുട്ട തണുത്ത വെള്ളത്തിലേക്ക് മാറ്റുക. ഇതാണ് പാസ്ചറൈസ്ഡ് മുട്ട എന്ന് പറയുന്നത്. അത്തരം ഒരു അവസ്ഥയിലേക്ക് മുട്ടയെ മാറ്റിയാൽ അത് പെട്ടെന്ന് കേടാവാനുള്ള അല്ലെങ്കിൽ വിഷം ആയി മാറാനുള്ള സാധ്യത കുറയും എന്നുള്ളതുകൊണ്ടാണ് അത്തരത്തിൽ തീരുമാനം എടുത്തിരിക്കുന്നത്. എന്തായാലും ഭക്ഷ്യസുരക്ഷയെ സംബന്ധിച്ച് ശക്തമായ തീരുമാനങ്ങളിലേക്കാണ് നമ്മളുടെ സർക്കാർ നീങ്ങിക്കൊണ്ട് ഇരിക്കുന്നത്. അതുപോലെ തന്നെ രജിസ്ട്രേഷനും നിർബന്ധമാക്കിയിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇതിനായി വിവിധ മേഖലകളിൽ ചർച്ച നടത്തി. ഓഡിറ്റോറിയത്തിൽ ഭക്ഷണം വിളമ്പുന്നവർക്ക് FSSAI ലൈസൻസ് നിർബന്ധമാക്കി. സാധാരണ ഭക്ഷ്യവസ്തുക്കളിലുള്ള ലൈസൻസാണ് FSSAI. അത് എവിടെയാണോ ഓഡിറ്റോറിയങ്ങളിലൊക്കെ വലിയ കല്യാണങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റു പരിപാടികൾക്ക് ഭക്ഷണം വിളമ്പുന്നവർക്ക് കൂടി അത് നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഭക്ഷ്യസുരക്ഷാ റെയ്ഡ് തത്സമയം ഓൺലൈനിൽ രേഖപ്പെടുത്തണം എന്ന വ്യവസ്ഥ കൂടി വരുന്നു. സംസ്ഥാന തലത്തിൽ രൂപം നൽകുന്ന ടാസ്ക് ഫോഴ്സിന് സംസ്ഥാനത്ത് എല്ലായിടത്തും റെയ്ഡ് നടത്താം. ഹോട്ടലുകൾക്ക് റേറ്റിംഗ് ഏർപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. എല്ലാ സ്ഥാപനങ്ങൾക്കും ലൈസൻസും രജിസ്ട്രേഷനും നിർബന്ധമാണ്. സംസ്ഥാനത്ത് ഹോട്ടലുകളാകട്ടെ, റെസ്റ്റോറൻറ്റുകളാകട്ടെ, മറ്റു ഭക്ഷണശാലകളാകട്ടെ ലൈസൻസ് ഇല്ലാതെ, രജിസ്ട്രേഷൻ ഇല്ലാതെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. അതോടൊപ്പം ചെറുതാകട്ടെ വലുതാകട്ടെ എല്ലാ സ്ഥാപനങ്ങളിലും സമ്പൂർണമായിട്ടുള്ള ശുചിത്വം ഉറപ്പാക്കേണ്ടതാണ്. അപ്പോൾ ഇതിൽ പല ഘടകങ്ങളുണ്ട്. അതിൽ ഒന്ന് ഈ അടുക്കള, ഫ്രീസർ, ഭക്ഷണ പദാർത്ഥങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലം, കുടിവെള്ളം, മാംസാഹാരം, മീന്, അങ്ങനെയുള്ള നോൺ വെജ് സാധനങ്ങൾ ഇതെല്ലാം സൂക്ഷിക്കുന്നത് ഇത് കൃത്യമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ശുചിത്വം ഉറപ്പാക്കി തന്നെ ഈ സ്ഥാപനങ്ങളിൽ സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ്. അടുക്കളയുടെ വൃത്തി കൃത്യമായി തന്നെ എല്ലാ അംശങ്ങളും, അതിൽ ഒരുപാട് കമ്പോണൻസ് ഉണ്ട്, ഞാൻ എല്ലാം ഇവിടെ വിശദീകരിക്കുന്നില്ല. അത് FSSAI ആക്ട് പ്രകാരം തന്നെ അത് കൃത്യമായി പാലിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ്. അതോടൊപ്പം ഇന്നലത്തെ യോഗത്തിലെടുത്ത ഒരു പ്രധാനപ്പെട്ട തീരുമാനം മയോണൈസിൽ പച്ചമുട്ട ഉപയോഗിക്കരുത് എന്നുള്ളതാണ്. മയോണൈസിൽ പച്ചമുട്ട ഉപയോഗിക്കുന്നത് സംസ്ഥാനത്ത് നിരോധിക്കുകയാണ്. അതിന് പകരം മുട്ട ഉപയോഗിക്കണമെന്ന് നിർബന്ധമുള്ളവർക്ക് പാസ്ചറൈസ്ഡ് മുട്ട ഉപയോഗിക്കാവുന്നതാണ്. ഇനി അതല്ല, പൊതുവെ സംഘടനകളെല്ലാം തന്നെ പറഞ്ഞത് വെജിറ്റബിൾ മയണൈസ്, അവർ തന്നെ ഈ ഒരു നിർദ്ദേശം പൊതുവെ എല്ലാവരും അവർ തന്നെ നല്ല രീതിയിൽ സ്വീകരിച്ച ഒരു നിർദ്ദേശമാണ്. അവരതിനോട് പൂർണ്ണമായിട്ട് യോജിപ്പാണ് ഉള്ളത്. അപ്പോൾ വെജിറ്റബിൾ മയണൈസ് ഉപയോഗിക്കാവുന്നതാണ്. അതല്ല എങ്കിൽ മുട്ട വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് പാസ്ചറൈസ്ഡ് എഗ്ഗ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ പാസ്ചറൈസ്ഡ് എഗ്ഗ് മയണൈസ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ്. അതോടൊപ്പം എടുത്ത ഒരു തീരുമാനം, പാഴ്സലുകളിൽ കൃത്യമായി ഒരു സ്റ്റിക്കർ, ആ സ്റ്റിക്കറിൽ ഏത് സമയത്ത് കൊടുക്കുന്നു. ഇപ്പോൾ ഉച്ചയ്ക്ക് 12:45 കൊടുക്കുന്നതെങ്കിൽ ടൈം 12:45 PM എന്ന് തന്നെ രേഖപ്പെടുത്തിയിരിക്കണം. ആ സ്റ്റിക്കറിനകത്ത് ഉണ്ടാകേണ്ട രണ്ടാമത്തെ വിവരം എത്ര മണിക്കൂറിനകം ആ ഭക്ഷണം ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ യൂസ് വിത്തിൻ 3 hours, 4 hours എന്നുള്ളതാണ്. അതേസമയം കളമശ്ശേരി കൈപ്പടമുകളിലെ സെൻട്രൽ കിച്ചണിൽ നിന്ന് പഴകിയ കോഴിയിറച്ചി പിടിച്ചു. കളമശ്ശേരി നഗരസഭ ആരോഗ്യ വിഭാഗമാണ് റെയ്ഡ് നടത്തിയത്. 300 കിലോയിലധികം കോഴിയിറച്ചിയാണ് പിടിച്ചെടുത്തത്. നഗരത്തിലെ വിവിധ ഹോട്ടലുകളിൽ കുഴിമന്തിയും ഷവർമയും തയ്യാറാക്കാൻ സൂക്ഷിച്ച ഇറച്ചിയാണിത്. ഈ സാധനം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ചത്ത കോഴിയും ഈ കാല് തളർച്ചയുള്ള കോഴികളൊക്കെ ഫാമിൽ നിന്ന് കയറി വരുന്നത്, അത് ഫ്രീസറാക്കിയിട്ട് ട്രെയിൻ മാർഗം റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ആ സാധനം ഇതുപോലുള്ള ഗോഡൗണുകളിലെടുത്ത് സൂക്ഷിച്ച് അവിടെ നിന്ന് ഷവർമ, അൽഫാമ് മാതിരിയുള്ള വലിയ വലിയ കടകളിലേക്ക് വില കുറച്ച് കയറി പോകുന്നൊരു സമ്പ്രദായമാണ് ഈ സംഭവം. അതാണ് ഈ കാണുന്നത് കംപ്ലീറ്റ്. ഇത് 1 മാസം മുതൽ പഴക്കമുള്ള സാധനം ഇതിനകത്തുണ്ട്. 1 മാസം മുതൽ ചീഞ്ഞതും ഇത് കണ്ടാവും. ഇതൊക്കെ വെറും ചീഞ്ഞ സാധനമാണ്. ഇതൊക്കെ വിങ്സ് ആണ്. ഇതെൻ്റെ ഈ കളർ കണ്ട, ഈ കളർ മാറിയേക്കണം. കോഴിയുടെ കൈ, ചിറക് മാത്രം. അതേപോലെ ഓരോ പാർട്സുകളായിട്ട് ഓരോന്നോരോന്ന് സെപ്പറേറ്റ് ഉണ്ട്. എന്തൊരു സ്മെല്ലാന്ന് നോക്കിയത്. ഇതാണ് ഇതേപോലെ ചീഞ്ഞതും പുഴുത്തതുമായിട്ടുള്ള സാധനങ്ങളാണ് ഈ ഷവർമ അൽഫാമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങൾ മീറ്റായിട്ട് ഇവിടെ കയറി വരുന്നത്.
കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണനും കൊച്ചിയിൽ നിന്ന് MS അനീഷ് കുമാറുമാണ് ചേരുന്നത്. ആദ്യം ഉമേഷിലേക്ക്. ഉമേഷ്, പ്രധാനമായും മയണൈസിൽ മുട്ട ചേർക്കരുത്, പച്ചമുട്ട ചേർക്കരുത്, അതോടൊപ്പം തന്നെ ഹോട്ടലുകൾക്ക് രജിസ്ട്രേഷൻ നടപടികൾ കർശനമാക്കുന്നു, പരിശോധനകൾ കർശനമാക്കുന്നു, അങ്ങനെ കുറേ നടപടികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? കിരൺ, ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലാണ് നിർണായക തീരുമാനങ്ങൾ എടുത്തത്. കഴിഞ്ഞ ദിവസമാണ് ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഹോട്ടൽ, ബേക്കറി കൂടാതെ റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നത്. ഇതിൽ പ്രധാനമായി എടുത്ത തീരുമാനം ഹോട്ടലുകളിൽ വിളമ്പുന്ന അറേബ്യൻ ഭക്ഷണത്തിനോടൊപ്പം വിളമ്പുന്ന മയോണൈസിൽ ഇനി പച്ചമുട്ട ഉപയോഗിക്കരുത് എന്നുള്ള തീരുമാനം. കാരണം മുൻപ് സമാനമായ രീതിയിൽ മയോണൈസ് കഴിച്ച് അല്ലെങ്കിൽ അറേബ്യൻ ഭക്ഷണം കഴിച്ച് മരണപ്പെട്ടവരുടെ തുടർ രാസപരിശോധനയിലെല്ലാം ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. ഈ ബാക്ടീരിയകൾ പ്രധാന കാരണം, പ്രത്യേകിച്ച് ഷിഗല്ല ബാക്ടീരിയ അടക്കമുള്ളവ ഈ ശരീരത്തിൽ നിന്ന്, ഈ മരിച്ച വിവിധ ആൾക്കാരുടെ പരിശോധനയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. അത് ഒഴിവാക്കണമെങ്കിൽ അതിന് പ്രധാന കാരണം ഈ കണക്കാക്കുന്നത് ഈ പച്ചമുട്ട കൂടുതൽ സമയം ഈ മയോണൈസിൽ പുറത്തെ റൂം ടെമ്പറേച്ചറിലിരുന്ന് അത് ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് എന്ന് കണ്ടെത്തിയിരുന്നു. ആ അനുമാനത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി മയോണൈസിൽ ഒന്നുകിൽ പാസ്ചറൈസ് ചെയ്ത മുട്ട, അല്ല എങ്കിൽ പച്ചക്കറികൾ, വെജിറ്റബിൾസ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷൻ എല്ലാവരും അംഗീകരിക്കുകയും ചെയ്തു എന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. മറ്റൊരു സുപ്രധാന തീരുമാനം, ഇത്തരത്തിൽ ഹോട്ടലുകളിൽ നിന്നും മറ്റും പാഴ്സൽ കൊടുക്കുമ്പോൾ ആ പാഴ്സൽ കൊടുക്കുന്ന സമയം, ആ ഫുഡ് ഉണ്ടാക്കിയ സമയം, അത് എത്ര സമയം വരെ ഭക്ഷണം കഴിക്കാം എന്നിവ രേഖപ്പെടുത്തിയുള്ള സ്റ്റിക്കർ ഒട്ടിക്കണം എന്നുള്ളതാണ്. ഈ സ്റ്റിക്കർ കൃത്യമായി രേഖപ്പെടുത്തിയ ശേഷം അതിനുശേഷമാണ് ആ ഭക്ഷണം കഴിച്ചതെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഭക്ഷ്യ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന് ഹോട്ടലുകാർ പ്രശ്നക്കാരാവില്ല. പക്ഷേ ഈ സമയപരിധിക്കുള്ളിൽ കഴിച്ച് എന്തെങ്കിലും ഭക്ഷ്യവിഷബാധ ഉണ്ടാവുകയാണെങ്കിൽ അത് ഹോട്ടലുകാർ ഉത്തരവാദിത്വം പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള സ്റ്റിക്കർ പതിപ്പിക്കണം. സ്റ്റിക്കർ പതിപ്പിച്ചില്ല എങ്കിലും ഹോട്ടലുകാർ കുറ്റക്കാരാകും. ഇത് കൂടാതെയാണ് എല്ലാ ഹോട്ടലുകളും രജിസ്ട്രേഷൻ നിർബന്ധമായി എടുക്കണം. കൂടാതെ എൻഫോഴ്സ്മെന്റ്, അതായത് ഭക്ഷ്യസുരക്ഷ പരിശോധനയുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. സംസ്ഥാനത്ത് നിലവിൽ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന നിലയിലാണ് നിയമിച്ചിട്ടുള്ളത്. അവർക്ക് ആ നിയോജക മണ്ഡലത്തിലാണ് പരിശോധിക്കാനുള്ള ചുമതല. പക്ഷേ ഇനി സംസ്ഥാന തലത്തിൽ ഒരു ടാസ്ക് ഫോഴ്സ് ഉണ്ടാകും. ഈ ടാസ്ക് ഫോഴ്സിന് സംസ്ഥാനത്ത് എവിടെ വേണമെങ്കിലും പരിശോധന നടത്താം. പക്ഷേ ആ നിയോജക മണ്ഡലത്തിലെ ഫുഡ് സേഫ്റ്റി ഓഫീസർ കൂടി ഒപ്പം ഉണ്ടാകണമെന്ന് മാത്രം. പക്ഷേ സംസ്ഥാന തലത്തിൽ വലിയ പരാതികൾ വരുമ്പോൾ സംസ്ഥാന തലത്തിൽ തന്നെ ഈ ഫുഡ് സേഫ്റ്റി പരിശോധനകൾ നടത്താൻ ഒരു സംവിധാനം വരുന്നു എന്നുള്ളതാണ് മറ്റൊരു സുപ്രധാന തീരുമാനം. കൂടാതെ പരിശോധനകൾ അപ്പോൾ തന്നെ ഏത് സ്ഥലത്താണ് പരിശോധിക്കുന്നത്, അതിൻ്റെ അപ്ഡേറ്റുകൾ തുടങ്ങിയവയെല്ലാം ഓൺലൈനിൽ അപ്പോൾ തന്നെ എൻറ്റർ ചെയ്യണം. ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ നിയമവിരുദ്ധമായി, പ്രത്യേകിച്ച് രജിസ്ട്രേഷൻ ഇല്ല, പഴകിയ ഭക്ഷണം സൂക്ഷിക്കുന്നു, എങ്ങനെയെല്ലാം കണ്ടെത്തിയ സ്ഥാപനങ്ങളുടെ ലൈസൻസ് അപ്പോൾ തന്നെ സസ്പെൻഡ് ചെയ്യണം. അല്ലാതെ അവർക്ക് പിഴ എഴുതി തിരിച്ചു വരാൻ ഇനി കഴിയില്ല. അപ്പോൾ തന്നെ സസ്പെൻഡ് ചെയ്ത് 14 ദിവസത്തെ നോട്ടീസ് പീരീഡ് അവർക്ക് നൽകും. 14 ദിവസം കൊണ്ട് അവർ ആ കണ്ടെത്തിയ പിഴവ് നികത്തിയില്ല എങ്കിൽ അവരുടെ ലൈസൻസ് റദ്ദാക്കാനുള്ള നിർദ്ദേശമാണ് നൽകുന്നത്. ഈ രീതിയിൽ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനമാണ് ആരോഗ്യവകുപ്പ് കൈക്കൊണ്ടിരിക്കുന്നത്. കിരൺ, ശരി. ഒപ്പം MS അനീഷ് കുമാർ കൂടി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. അനീഷ്, ഈ തിരുവനന്തപുരത്ത് മന്ത്രി വാർത്താ സമ്മേളനം നടത്തുന്ന അതേ സമയത്താണ് കൊച്ചിയിൽ റെയ്ഡ് നടക്കുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനെ റെയ്ഡൊക്കെ നടക്കുന്ന സമയത്ത് ആ കുറച്ച് ദിവസത്തേക്കെങ്കിലും, സ്ഥിരമായിട്ടല്ലെങ്കിൽ ആ ദിവസത്തേക്കെങ്കിലും ആളുകൾ പഴകിയ ഇറച്ചിയൊക്കെ ഒഴിവാക്കി ഹോട്ടലൊക്കെ ഒന്ന് വൃത്തിയാക്കി അങ്ങനെ ഭക്ഷണം നൽകാറുണ്ട്. ആ സമയത്താണ് ഇതേ അൽഫാമും ഇതേ ഷവർമയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പഴകിയ ഇറച്ചി കൊച്ചിയിൽ, അതും 100-300 കിലോയിലേറെ ഇറച്ചി പിടിക്കപ്പെടുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും കിരൺ, നമ്മുടെ കടകളിൽ നിന്ന് ലഭിക്കുന്ന അൽഫാമും ഈ ഷവർമയും ഒക്കെ എത്രമാത്രം അപകടകാരികളാണ് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഈ കളമശ്ശേരി കൈപ്പടമുകളിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. നഗരസഭാ ഭക്ഷ്യ വിഭാഗം നടത്തിയ റെയ്ഡിൽ ഇപ്പോൾ 500 കിലോയിലധികം പഴകിയ കോഴിയിറച്ചി പിടികൂടിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവ പല ഫ്രീസറുകളിലായി സൂക്ഷിച്ചിരിക്കുകയാണ്. ഏതാണ്ട് മാസങ്ങളോളം പഴക്കമുള്ള കോഴിയിറച്ചിയാണ് ഇത്തരത്തിൽ പിടിച്ചെടുത്തിരിക്കുന്നത് എന്നാണ് ആരോഗ്യ വിഭാഗം പറയുന്നത്. സാധാരണഗതിയിൽ ഇത് ഈ തമിഴ്നാട്ടിലെയും മറ്റും ഫാമുകളിലൊക്കെ ഈ ചത്തു വീഴുന്ന രോഗബാധിതരായ ഒക്കെ ചാവുന്ന കോഴികളെ ഫ്രീസ് ചെയ്ത് കേരളത്തിലേക്ക് കൊണ്ടുവന്ന ശേഷം പിന്നീട് അത് ഇത്തരത്തിലുള്ള ഗോഡൌണുകളിലേക്ക് മാറ്റുകയും അവിടെ നിന്നാണ് ഈ ഷവർമ, അൽഫാം, ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്ന ഹോട്ടലുകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. പാലക്കാട് സ്വദേശിയായ ജുനൈസ് എന്ന ആളുടെ പേരിൽ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൽ നിന്നാണ് ഈ ഇറച്ചി പിടികൂടിയിരിക്കുന്നത്. 150 കിലോഗ്രാമോളം പഴകിയ എണ്ണയും ഇവിടെ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് ആരോഗ്യ വിഭാഗം പറയുന്നത്.
പറയുന്നത്. എന്തായാലും ഈ സ്ഥാപനം എന്ന് പറയുമ്പോൾ ഒരു വീടിനോട് ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. വീടിന് പുറത്തുള്ള ഒരു ഫ്രീസറിലാണ് ഈ കോഴിയിറച്ചി സൂക്ഷിച്ചു വെച്ചിരിക്കുകയും ചെയ്തത്. എന്തായാലും മുഴുവൻ കോഴിയിറച്ചിയും ഇതിനകം കണ്ടെടുത്തു കഴിഞ്ഞു. ഇവിടെ നിന്നും എവിടേക്കൊക്കെയാണ് ഈ കോഴിയിറച്ചി സാധാരണഗതിയിൽ പോയിക്കൊണ്ടിരുന്നത്, ഏത് കടകളാണ് ഈ സെൻട്രൽ കിച്ചണിൽ ദയവായി തുടരുക. കേരള ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷന്റെ പ്രതിനിധി ജയ്പാൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജയ്പാൽ, ഈ കേരളത്തിലെ ഹോട്ടലുകളെ സംബന്ധിച്ച് എല്ലാ ഹോട്ടലുകളും അങ്ങനെയാണെന്നല്ല പറയുന്നത്, പക്ഷേ ഹോട്ടലുകളെ സംബന്ധിച്ച് അതീവ ഗുരുതരമായ വിഷയങ്ങളാണ് ഉയർന്നു വരുന്നത്. പഴകിയ ഇറച്ചി പാചകം ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് പലയിടത്തും ഇതെല്ലാം നടക്കുന്നത്. ഇങ്ങനെയൊക്കെ നിയമം കർശനമാക്കുമ്പോഴും കേരളത്തിൽ ഇന്നും 500 കിലോയിലേറെ പഴകിയ ഇറച്ചിയാണ് കൊച്ചിയിൽ നിന്ന് പിടിച്ചത്. ലാഭത്തിന് വേണ്ടി ചത്ത കോഴികളെ കൊണ്ടുവന്ന് അതിൻ്റെ ചീഞ്ഞ ഇറച്ചി കൊണ്ടുവന്ന് പാചകം ചെയ്ത് കൊടുക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുന്നു. ഈ നിങ്ങളുടെ അസോസിയേഷനെങ്കിലും ഈ വിഷയത്തിൽ അതിശക്തമായ ഇടപെടലുണ്ടായില്ലെങ്കിൽ നാളെ നിങ്ങളുടെ വരുമാനത്തിൽ തന്നെയല്ലേ, നിങ്ങളുടെ ബിസിനസ്സിൽ തന്നെയല്ലേ ഈ നിങ്ങളിലുള്ള ചിലരെങ്കിലും മണ്ണുവാരിയിടുന്നത്? ഇവിടെ ഇപ്പൊ ഇറച്ചി ഇങ്ങനെ പിടിച്ചു വരുന്നത് ഞാനിപ്പോ കൂടിയാണ് കാണുന്നത്. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, അത് ഹോട്ടലുകളിലേക്ക് അയക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഹോട്ടലുകളിൽ അങ്ങനെയുള്ള ഒരു ഭക്ഷണ സാധനം വിട്ടുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഹോട്ടലുകൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ ഇതിന്റെ യഥാർത്ഥ കാര്യം അത് എങ്ങോട്ട് കൊണ്ടുപോകണു, എന്തിനു വേണ്ടി സംഭരിച്ചു, ഇതൊക്കെ അന്വേഷിച്ച് ശക്തമായിട്ടുള്ള നടപടി, ഇത് ഹോട്ടലുകാരിൽ ആരായാലും ശരി അവരുടെ പേരിൽ ശക്തമായ നടപടി വേണം. 100% എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. ഹോട്ടലുകളിലേക്ക് ആവാനുള്ള സാധ്യത അത് ഒട്ടും തന്നെ ഞാൻ കാണുന്നില്ല. ഇതെല്ലാം വേറെ മറ്റു പല ബിസിനസ്സുകാരും, നമുക്കറിയാം ഇവിടെ പല ചിക്കൻ വിഭവങ്ങളുടെ പല ബിസിനസ്സുകാരുമുണ്ട്, അവരൊന്നും നമ്മുടെ മെമ്പർമാരൊന്നുമല്ല. അങ്ങനെയുള്ള ആരെങ്കിലും വേറെ എന്തെങ്കിലും ലാഭം വെച്ചുകൊണ്ട് ചെയ്യുന്നല്ലാതെ ചീത്തയായ ഇറച്ചി ഒരിക്കലും ഹോട്ടലിൽ വിളമ്പാൻ സാധിക്കില്ല. ഇത്രയൊക്കെ അങ്ങ് ഉറപ്പിച്ചു പറയാതെ, കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്ന റെയ്ഡുകൾ എത്ര ഹോട്ടലുകളിൽ നിന്നാണ് ഇവിടെ ഇറച്ചി പിടികൂടിയത്? നിങ്ങൾക്കിപ്പോൾ അസോസിയേഷൻ ഭാരവാഹി എന്ന നിലയ്ക്ക് ചിലപ്പോൾ ന്യായീകരിക്കേണ്ടി വന്നേക്കും. പക്ഷേ നിങ്ങളുടെ കൂട്ടത്തിൽ നന്നായി ബിസിനസ് നടത്തുന്ന ഒരുപാട് പേരുമുണ്ട്, അതൊന്നും ഞങ്ങൾ നിഷേധിക്കുന്നില്ല. പക്ഷേ ആളുകൾക്ക് വിഷം കൊടുക്കുന്ന, ചീഞ്ഞ ഇറച്ചി കൊടുക്കുന്ന, ചീഞ്ഞ ഭക്ഷണം കൊടുക്കുന്ന, ചത്ത കോഴിയെ പിടിച്ച് കറി വെച്ച് കൊടുക്കുന്ന ആളുകൾ നിങ്ങൾക്കിടയിൽ ഉണ്ട് എന്നുള്ളതെങ്കിലും അംഗീകരിക്കണ്ടേ? തീർച്ചയായിട്ടും ഞാൻ പറയാമല്ലോ. ഇപ്പൊ നമ്മളിപ്പോ പറയുന്നു ചീഞ്ഞ ഇറച്ചി കൊടുക്കുന്ന, ചീഞ്ഞ ഇത് കൊടുക്കുന്ന, അതുകൂടെ ഇതൊക്കെ നമ്മൾ ഈ മീഡിയാസ് കുറച്ചുകൂടി സംനയനം പാലിക്കണം എന്റെ അഭിപ്രായം. കാരണം തെറ്റായ കാര്യങ്ങൾ പല പ്രാവശ്യം വിളിച്ചു പറയുമ്പോൾ അത് ഇൻട്രസ്റ്റ് നശിപ്പിക്കുള്ളൂ. ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിപ്പോ KHRയുടെ മെമ്പറാണോ പൊതുസമൂഹത്തിലുള്ള ആരായിക്കോട്ടെ, തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കേണ്ടത് സമൂഹത്തിന്റെ ആവശ്യമാണ്, ശിക്ഷിക്കണം. പക്ഷെ ഇപ്പോഴത്തെ കാസർഗോഡ് എന്താ നടന്നത്, ഇതേ രീതിയിലുള്ള ചർച്ചകൾക്ക് പോയ ഒരാൾ ഞാൻ കാസർഗോഡിന്റെ കാര്യം പറഞ്ഞു, ആ കൊച്ചു മരിച്ചില്ലേ, കാസർഗോഡ് കടയിൽ നിന്ന് കൊടുത്ത ഇറച്ചിയല്ലേ, അതല്ലേ ഇതല്ലേ, എന്താണ് ഉണ്ടായത്? അവിടെ ഒരു ഹോട്ടലുകാരനെ നിരപരാധിയെ ക്രൂശിക്കുകയാണ് ചെയ്തത്. ഇവിടെ ഞാൻ പറയുന്നു തെറ്റുകാരൻ ശിക്ഷിക്കപ്പെടണം. അതിന്റെ പേരിൽ ഇൻഡസ്ട്രിയോ എറണാകുളത്തെ മുഴുവൻ ഹോട്ടലുകാരും പഴയ ഇറച്ചിയാണ് വെക്കുന്നത്, ചീഞ്ഞ ഇറച്ചിയാണ് വെക്കുന്നത്, ഇതിനോടൊന്നും നമുക്ക് യോജിക്കാൻ പറ്റില്ല. മാധ്യമങ്ങളാരും എറണാകുളത്തെ എല്ലാ ഹോട്ടലുകളും അല്ലെങ്കിൽ ഏതെങ്കിലും നാട്ടിലെ എല്ലാ ഹോട്ടലുകളും ചീഞ്ഞ ഇറച്ചിയാണ് വിൽക്കുന്നത്, പഴകിയ ഭക്ഷണമാണെന്ന് പറഞ്ഞിട്ടില്ല. ഈ കിട്ടുന്നിടത്തോളം പേരുകൾ കൃത്യമായും തന്നെ നൽകിയിട്ടുണ്ട്. ഏത് ഹോട്ടലൊക്കെയാണ് പിടിച്ചത്, അടച്ചത്. മുമ്പൊന്നും അങ്ങനെ നൽകാറുന്ന പതിവില്ലായിരുന്നു. നിങ്ങളുടെ ബിസിനസ് അല്ലേ, അത് സംരക്ഷിക്കണമെന്നുള്ള ഒരു വലിയ ഇതിലൊക്കെ ആയിരുന്നു. പക്ഷേ ഇത് അനിയന്ത്രിതമായ രീതിയിലേക്ക് ഇത്തരം ചീഞ്ഞ ഇറച്ചി വിൽക്കുന്ന അവസ്ഥ ഉണ്ടായപ്പോൾ പേര് സഹിതമാണ് വാർത്ത നൽകുന്നത്. അവരെ നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്കല്ലേ ഞങ്ങളെക്കാൾ കൂടുതലുള്ളത്? ഇപ്പോഴും ഹോട്ടൽ അസോസിയേഷന്റെ പ്രസിഡന്റ് എന്ന രീതിയിൽ വളരെ ശക്തമായിട്ട് തന്നെ, അതല്ലെങ്കിൽ അഭിമാനത്തോടുകൂടി പറയുന്നു, ആ ഹോട്ടലിലേക്ക് ആവാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. അങ്ങനെ ഏതെങ്കിലും ഹോട്ടലിലേക്കാണെങ്കിൽ ആ ഹോട്ടലിന്റെ കാര്യത്തിൽ ശക്തമായ നടപടി ഹോട്ടൽ അസോസിയേഷൻ ഉണ്ടാവും. നേരിൽ ഒരു ഹോട്ടലുകാരനും ആ രീതി പെരുമാറാത്ത രീതിയിലുള്ള പ്രവർത്തനം അസോസിയേഷന്റെ ഭാഗത്ത് ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. ഈ തിരുവനന്തപുരത്തൊക്കെ ഒരേ ഹോട്ടലുകൾ തന്നെ കഴിഞ്ഞ 2-3 വർഷത്തിനിടയിൽ 5, 6, 7 തവണ അടപ്പിച്ചതുണ്ട്. അവിടെ എല്ലാം പഴകിയ ഭക്ഷണം പിടിച്ചതിന്റെ പേരിൽ വൃത്തിയില്ലാത്ത അന്തരീക്ഷത്തിന് മേലെ അടപ്പിച്ചിട്ടുണ്ട്. അവരെല്ലാം ഇപ്പോഴും നിങ്ങളുടെ മെമ്പർമാരാണ്. അത് പറയുമ്പോൾ നമ്മളിപ്പോ കാസർഗോഡ് കട അടച്ചെന്തിനാ? അവിടെ ഒരു കുട്ടി മരിച്ചു, അവർ തല്ലിപ്പൊടിച്ചു, കടയടച്ചു, ആ ഹോട്ടലുകാരൻ തെറ്റാണോ? അപ്പൊ ഈ അടപ്പിച്ചു എന്ന് മാത്രം കൊണ്ടൊരു ഹോട്ടലുകാരൻ തെറ്റുകാരനാവുന്നില്ല. ഇവിടെ പലപ്പോഴും ഉദ്യോഗസ്ഥർ, ഇപ്പൊ ഞാൻ പറയാലോ, ഹെൽത്ത് ഉദ്യോഗസ്ഥരും മറ്റും കയറി അടപ്പിക്കുന്നത് ശരിയായ കാരണങ്ങളില്ലാതെ തന്നെയാണ്. അക്കാര്യത്തിൽ ഞങ്ങൾ മന്ത്രിയെടുത്ത് ഞങ്ങളുടെ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല ഭക്ഷണം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ ബിസിനസ് നടത്തിക്കൊണ്ടുപോകാൻ ഭയാശങ്കകളില്ലാതെ, ഞങ്ങൾക്ക് ആരെയും പേടിക്കാതെ എന്ന് പറയുമ്പോൾ മോശം ഭക്ഷണം കൊടുക്കാനല്ല, നല്ല ഭക്ഷണം കൊടുത്തുകൊണ്ട് ആരെയും പേടിക്കാതെ ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. കേരളത്തിലെ ഹോട്ടലുകൾക്ക് ഇപ്പോൾ ആരെയാണ് പേടിക്കേണ്ടി വരുന്നത്? കേരളത്തിൽ നേരാവണ്ണം പരിശോധനകൾ പോലും നടക്കുന്നില്ല. പേടിക്കേണ്ടി വരുന്ന മീഡിയാസിനെയാണ്. എന്തിനാണ് കേരളത്തിലെ മീഡിയാസ് നിങ്ങൾ എവിടെയെങ്കിലും മോശം ഭക്ഷണം വിൽക്കുമ്പോൾ ആ ഭക്ഷണം സർക്കാർ റെയ്ഡ് നടത്തി പിടിക്കുമ്പോൾ ആ വാർത്ത കൊടുക്കുന്ന ഞങ്ങളാണോ കുഴപ്പക്കാർ? വാർത്ത കൊടുക്കുന്നതല്ല. ബഹുമാനപ്പെട്ട സുഹൃത്ത്, അങ്ങ് ഒരു കാര്യം ചിന്തിച്ചു നോക്കണം.
കാസർഗോഡ് ഉണ്ടായി വിഷയം. നിങ്ങൾ കാസർഗോഡ് ഒറ്റ വിഷയത്തിൽ നിൽക്കുകയാണ്. കോട്ടയത്ത് ഒരു കുട്ടി മരിച്ചില്ലേ? ആ ഒറ്റ വിഷയത്തിൽ മാത്രമല്ലോ ഓരോ ദിവസവും പിടിക്കുന്നില്ലേ 10-50 ഹോട്ടലുകൾ വീതം? ഇറച്ചി പിടിച്ചു. നിങ്ങൾക്കൊരു കാര്യം, 350 കിലോ ഇറച്ചി പിടിക്കുമ്പോൾ എന്ത് ചെയ്യണം? ആ ഹോട്ടലിലേക്കാണ് കൊണ്ടുപോയി നമ്മൾ അന്വേഷിക്കണം. അത് ഹോട്ടലിന്റെ പേര് വരട്ടെ, ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം ചേരാം. ഞങ്ങൾ ആ ഹോട്ടലിനെതിരെ വേണമെങ്കിൽ ഞങ്ങൾ എന്ത് വേണമെങ്കിലും നടപടി എടുക്കാം. പക്ഷെ അത് ഹോട്ടലിലേക്കാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. അതിനു മുമ്പേ നമ്മളത് ഹോട്ടലിലേക്ക് ആണ് എന്ന് ഗർഭം നടത്തി കഴിഞ്ഞാൽ ഞങ്ങളുടെ ബിസിനസ്സാണ് അവിടെ തകരുന്നത്, ഞങ്ങളുടെ ഉപജീവനമാണ്. ഈ ഉപജീവനവുമായിട്ട് ഇവിടെ ആയിരക്കണക്കിന് 10,000-കണക്കിന് തൊഴിലാളികളും ഹോട്ടൽ ഉടമകളുമുണ്ട്. അവരുടെ ഉപജീവനം തടയപ്പെടാൻ പാടില്ല. ആ തെറ്റുകാരും ശിക്ഷിക്കപ്പെടണം. ആ രീതിയിൽ സത്യസന്ധമായൊരു നിലപാട് ഉദ്യോഗസ്ഥരുടെ എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാവണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. താങ്കളുടെ ആവശ്യത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ തിരിച്ച് ഞങ്ങൾക്ക് കൂടി ചില ആവശ്യങ്ങൾ സാധാരണ ജനങ്ങളുടെ അല്ലെങ്കിൽ ഈ ഇത്തരം വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ എന്ന നിലയ്ക്ക് പറയാനുണ്ട്. കേരളത്തിലെ ചില ഹോട്ടലുകളെങ്കിലും ഇത്തരത്തിൽ തെറ്റ് ചെയ്യുമ്പോൾ അവരെ കൃത്യമായി തുറന്നു കാട്ടാനും അവരെ നിങ്ങളുടെ ഒപ്പം കൂട്ടാതിരിക്കാനും അവരെ രക്ഷിക്കാതിരിക്കാനുമുള്ള ശ്രമമാണ് നടത്തേണ്ടത്. കൃത്യമായി പരിശോധന നടത്തുമ്പോൾ ആ പരിശോധനയെ നിങ്ങൾ ബുദ്ധിമുട്ടായിട്ടല്ല കാണേണ്ടത്. ഏത് പരിശോധനയും നേരിടാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, വൃത്തിയുള്ള ഭക്ഷണമാണ് കൊടുക്കുന്നതെങ്കിൽ, വൃത്തിയുള്ള സാഹചര്യത്തിലാണ് ഭക്ഷണം കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏത് പരിശോധന വന്നാൽ എന്താണ് കുഴപ്പം? ഇന്നലെയും ആരോഗ്യമന്ത്രി വിളിച്ചുകൂട്ടിയ യോഗത്തിൽ ഞങ്ങൾ 100% ഗവൺമെന്റിനും FSSAയ്ക്ക് സപ്പോർട്ട് ചെയ്യാണ് ചെയ്തത്, അല്ലാണ്ട് മാറി നിൽക്കാന്നല്ല ഞങ്ങൾ പറഞ്ഞു. മയോണൈസാണ്, മയോണൈസിന്റെ കാര്യം പറഞ്ഞു. ഞങ്ങൾ ഒരു മയോണൈസ് ആണെങ്കിൽ എന്ത് മാറ്റപ്പെടുത്തുമെന്ന് അങ്ങ് അവിടെ നിന്ന് നിർദ്ദേശിച്ചോളൂ എന്ന് പറഞ്ഞു. കാരണം ഒരു ഭക്ഷണം നിരോധിക്കാനുള്ള അവകാശം KSRAയ്ക്കില്ല, ഒരു സംഘടനയ്ക്കും ഇല്ല. അതിനുള്ള അവകാശം ഫുഡ് സേഫ്റ്റിക്കുള്ളൂ. ഫുഡ് സേഫ്റ്റി ഓഫീസറും മന്ത്രിയുമായിട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ നമുക്ക് പച്ചമുട്ട ചേർത്തുള്ള മയോണൈസ് നമ്മുടെ ശരീരത്തിന് ഹാനികരമാണ്, അതിനൊരു പ്രതിവിധി നമുക്ക് കാണണം, നമ്മൾ എന്താണെന്ന് പറഞ്ഞോളൂ. അപ്പൊ അവിടെ നിന്ന് തന്നെ നിർദ്ദേശം വന്നു, ആ മയോണൈസ് ഉണ്ടാക്കുമ്പോൾ ഒന്നിൽ എഗ്ലെസ് മയോണൈസ് ഉണ്ടാക്കണം, അതല്ലെങ്കിൽ അത് പാസ്ചറൈസ് ചെയ്ത മുട്ടയായിരിക്കണം ഉപയോഗിക്കുന്നത്. ഞങ്ങൾ അപ്പോൾ തന്നെ അത് അംഗീകരിച്ചു. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണ സാധനത്തില് ടൈമും ഇത്ര മണിക്കൂർ ഉപയോഗിക്കുള്ളൂ, ബിഫോർ ടൈമൊക്കെ രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ആയിക്കോട്ടെ, നമുക്കിത് ചെയ്യാം. ഹൈജീൻ ആക്കുന്നതിന് വേണ്ടിയിട്ട് FSSയുമായിട്ട് ചേർന്നുകൊണ്ട് കേരളത്തിലുടനീളം ഒരു ഹൈജീൻ മോണിറ്ററിംഗ് കമ്മിറ്റിയോട് ഒപ്പം തന്നെ ക്ലാസുകൾ നടത്തി ഓരോ തൊഴിലാളിക്കും അതിന്റെ ട്രെയിനിങ് കൊടുക്കാനായിട്ട് ഇന്നലെ നമ്മുടെ അവിടെ കൂടിയ യോഗം തീരുമാനിച്ചു. അങ്ങനെ എല്ലാ കാര്യത്തിലും നമ്മൾ മാറി നിൽക്കുകയല്ല ചെയ്യുന്നത്. നമ്മൾ പൊതുസമൂഹത്തിന്റെ ഒപ്പം നിന്നുകൊണ്ട് നല്ല ഭക്ഷണം കൊടുക്കുന്നതിന് ഞങ്ങൾ മീഡിയ ആയിട്ട് സഹകരിക്കാൻ തയ്യാറാണ്, ഗവൺമെന്റായിട്ട് സഹകരിക്കാൻ തയ്യാറാണ്. പക്ഷെ നമ്മൾ ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ, 350 കിലോ അല്ലെങ്കിൽ 500 കിലോ കോഴി പിടിക്കുമ്പോൾ ആദ്യം യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്തുകയും അവരെ ഒറ്റപ്പെടുത്തുകയും ചെയ്യണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. മറ്റുള്ളവരെ ആ കൂട്ടത്തിൽ ഒരുമിച്ച് ക്രൂശിക്കുമ്പോൾ ഞങ്ങളുടെ ഇൻഡസ്ട്രിയെ ബാധിക്കും. ഈ 500 കിലോ കോഴി പിടിച്ചത് ഏത് കടയിൽ നിന്നാണ് അല്ലെങ്കിൽ എവിടെ നിന്നാണ് എന്ന് കൃത്യമായി അതിൻ്റെ പേര് സഹിതം ഞാൻ ഒരിക്കൽ കൂടി ആ പേര് വായിക്കാം. കളമശ്ശേരി കൈപ്പടമുകളിലെ സെൻട്രൽ കിച്ചണിൽ നിന്നാണ് ഈ പഴകിയ കോഴിയിറച്ചി പിടിച്ചത്. ഞങ്ങൾക്ക് അവിടെ മറ്റ് ഹോട്ടലുകളിലേക്ക് ഇറച്ചി സപ്ലൈ ചെയ്യുന്ന ഒരു സെൻറ്ററാണിത്. ആ സെൻറ്റർ ഏത് ഹോട്ടലിലേക്കാണ് സപ്ലൈ ചെയ്യുന്നതെന്ന് കൃത്യമായി വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. അത് ലഭ്യമായാൽ ആ മുറയ്ക്ക് ആ പേരുകൾ കൂടി അറിയിക്കും. അവിടെ ഹോട്ടലല്ല, അപ്പൊ അത് ചിക്കൻ കടക്കാരനാണ്, അവര് ഹോട്ടലുകാരനല്ല. അപ്പൊ ഒരു ചിക്കൻ കടക്കാരൻ അത് മിക്കവാറും എനിക്ക് തോന്നുന്നു നമ്മുടെ ഹോട്ടലുകളിലേക്കൊന്നും അങ്ങനെ വാങ്ങിക്കില്ല. കാരണം ശ്രീ ജയപാൽ, താങ്കൾ ഒരു നിമിഷം ഒന്ന് തൊട്ടുക. കളമശ്ശേരി നഗരസഭയുടെ പ്രതിനിധി AK നിഷാദ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തിന് ഈ റെയ്ഡ് നടത്തിയ അദ്ദേഹത്തിന് കുറെ കൂടി വ്യക്തമായ കാര്യങ്ങൾ പറയാനാവും. ഈ റെയ്ഡ് നടത്തിയ നമ്മുടെ ഹോട്ടലുകളുടെ പ്രതിനിധികൾ പറയുന്നത് ഈ ഇറച്ചിയൊന്നും ഒരു ഹോട്ടലുകളും വാങ്ങില്ല, അത് ഉറപ്പിച്ച് അദ്ദേഹം പറയുന്നു. മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ പുറത്തുള്ള ആരെങ്കിലും വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നായിരിക്കും. ഇത് എന്തിനു കൊണ്ടുവന്നാണ് ഇറച്ചിയെന്ന് എന്തെങ്കിലും വിവരം ലഭ്യമായിട്ടുണ്ടോ? ശ്രീ നിഷാദ് പറയാം. സോറി, ഒന്നുകൂടി ചോദ്യം ആവർത്തിക്കാം. ഈ ഇറച്ചി അവിടെ നിങ്ങളെ പഴകിയ ഇറച്ചി പിടിച്ചു എന്നുള്ളത് ശരിയാണല്ലോ? ആ ഇറച്ചി ഏത് ആവശ്യത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? അത് നമുക്ക് ഇന്നലെ രാത്രി അവിടുത്തെ പ്രദേശവാസികളുടെ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ ഹെൽത്ത് വിഭാഗം അവിടെ ചെന്നത്. ഹെൽത്ത് ഇൻസ്പെക്ടർമാരും ഹെൽത്തിലെ ജയച്ചിമാരും ഉൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് 3-4 ഫ്രീസറുകളിലെ ഈ ചിക്കൻ വളരെ വൃത്തിഹീനമായ രീതിയിൽ സൂക്ഷിച്ചിരിക്കുന്നതാണ് കാണാൻ സാധിച്ചത്. നമ്മൾ അവിടെ ഓണറിനെ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം അവിടെ ഇല്ല. അത് ഈ വാർത്ത ഈ ഇൻസ്പെക്ഷൻ അറിഞ്ഞിട്ടാണോ എന്ന് അറിയില്ല. അയാൾ അവിടെ നിന്ന് മുങ്ങിയായിരുന്നു. അവിടെയുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ചോദിച്ചപ്പോൾ നമ്മുടെ ഈ എറണാകുളം ജില്ലയിലെ പല ഹോട്ടലുകളിലേക്കാണ് ഇത് കൊടുക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് ഷവർമ പോലെയുള്ള സംഭവങ്ങൾ ചെയ്യുന്നതിനും റോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇതവിടെ സൂക്ഷിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കിയത്. വളരെ വൃത്തിഹീനമായിട്ട് ഒരു സുരക്ഷാ മാനദണ്ഡവും പാലിക്കാതെയാണ് അവരവിടെ ഈ അഴുകിയ രീതിയിലുള്ള ചിക്കൻ അവിടെ സൂക്ഷിച്ചിരുന്നത്. അത് പുറത്തും മരത്തിന്റെ ചുവട്ടിലാണ് ഈ ഫ്രീസർ ഇരുന്നിരുന്നത്. ഒരാൾക്ക് വളരെ യഥേഷ്ടം ആ ചിക്കൻ ഏത് രീതിയിലും ഉപയോഗിക്കാവുന്ന രീതിയിലാണ് അവിടെ സൂക്ഷിച്ചിരുന്നത്.
അല്ല ഇപ്പോൾ അവരെ ഇത് എന്തിനു വേണ്ടിയാണ് ഇത്രയധികം ചിക്കൻ സൂക്ഷിക്കുന്നത്? ഈ ചിക്കൻ പറഞ്ഞല്ലോ അവര് അവിടെയുള്ള ഹോട്ടലുകളിലേക്ക് സപ്ലൈ ഏതെങ്കിലും ഹോട്ടലുകളുടെ പേരൊന്നും അവർ പറഞ്ഞിട്ടുണ്ടോ? അതൊന്നും നമുക്കറിയില്ല. അവിടെ അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്. അവർക്കല്ലേ ഇതൊരു വാടക വീട് കേന്ദ്രീകരിച്ചുള്ള ഒരു സംവിധാനമായിരുന്നു. അപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ ലൈസൻസും മറ്റു കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അസഹനീയമായ നെല്ലിന്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള പ്രദേശവാസികൾ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പരിശോധനയ്ക്ക് അവിടെ ചെന്നത്. ശരി, ഞങ്ങളോട് ഈ സമയത്ത് പ്രതികരിച്ചതിന് പ്രത്യേക നന്ദി. ശ്രീ ഹോട്ടൽ അസോസിയേഷന്റെ പ്രതിനിധി ജയ്പാൽ നമുക്കൊപ്പം തുടരുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ ജയ്പാൽ, ഇതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ റിപ്പോർട്ടർ ഈ പരിശോധന നടത്തിയ ഹെൽത്ത് ഇൻസ്പെക്ടറുമായും അടക്കം ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം വളരെ കൃത്യമായി തന്നെ അതിൻ്റെ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. കളമശ്ശേരിയിലെ ഹോട്ടലുകൾക്ക് വേണ്ടി സ്ഥിരമായി കൊണ്ടുവരികയും സൂക്ഷിക്കുകയും തമിഴ്നാട്ടിൽ നിന്ന് ഇത്തരം ചത്ത കോഴിയുടെ ഇറച്ചി ഫ്രീസ് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. അത് അവിടെ കൊണ്ടുവന്ന് വില മറ്റ് ഇറച്ചിയേക്കാൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അവിടെ കൊണ്ടുവരികയും സൂക്ഷിക്കുകയും ഹോട്ടലുകൾക്ക് വിതരണം ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആ ഹോട്ടലുകളിലടക്കം ഉടൻ തന്നെ എന്തായാലും പരിശോധന ഉണ്ടാകും. അപ്പോൾ ഹോട്ടലിലേക്കല്ല എന്നുള്ള താങ്കളുടെ വാദത്തെ അംഗീകരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അല്ലാതെ മറ്റെവിടെങ്കിലും സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഇത്രയേറെ ഇറച്ചിയൊന്നും മേടിച്ച് സൂക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ. ഹോട്ടലുകളിലേക്ക് ആയിരിക്കും എന്ന് ഏതോ അന്യ സംസ്ഥാന തൊഴിലാളികൾ പറഞ്ഞു എന്നല്ലാതെ ഒരടിസ്ഥാനമില്ല. ഞാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഇന്നത്തെ നമ്മുടെ സംവിധാനത്തിൽ ഏത് ഹോട്ടലിലേക്ക് ആ ഉടമയെ കണ്ടുപിടിച്ച് ഏത് ഹോട്ടലിലേക്ക് കൊണ്ടുവരുന്നത് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ. പോലീസ് സംവിധാനം ഉപയോഗിക്കാം. എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും ഹോട്ടലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ തെളിയിക്കപ്പെടട്ടെ. ഞങ്ങൾ നടപടിയെടുക്കാൻ ഞങ്ങളുടെ അംഗങ്ങളുടെ പേരിലാണെങ്കിൽ. അത് മാത്രവുമല്ല, ഈ രീതിയിലുള്ള ഇറച്ചി നമുക്ക് തന്നെ അറിയാം. നമ്മൾ ഏതൊരു ഹോട്ടലിൽ ഇപ്പോഴും മണം ദുർഗന്ധം വമിക്കുന്ന ഇറച്ചി പരിസരവാസികൾ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ പരിസരവാസികൾ പരാതി കൊടുക്കുന്ന രീതിയിൽ ദുർഗന്ധം വമിക്കുന്ന സാധനം ഏതെങ്കിലും കടയിൽ കൊണ്ട് പാചകം ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, അത് തെളിയിക്കപ്പെട്ടിട്ട് ഒരിക്കൽ കൂടി നമുക്ക് ചർച്ച തുടരാം. ഏതെങ്കിലും കാരണത്തിൽ ഹോട്ടലുകാരും പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ആ ചർച്ചയിൽ ഞാനും പങ്കെടുക്കാം. നമുക്ക് വീണ്ടും ഈ ചർച്ച തുടരാം. എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞങ്ങൾ ഹോട്ടലുകാരുടെ ഭാഗത്തു നിന്നായിരിക്കാൻ സാധ്യതയില്ലായിരുന്നു. ശരി, ഒരു ചെറിയ സംശയം കൂടി ചോദിച്ചോട്ടെ. കഴിഞ്ഞ ഒരു 1-2 വർഷത്തിനിടയിൽ ഈ മോശം ഭക്ഷണം വിതരണം ചെയ്തതിന്റെ പേരിൽ അല്ലെങ്കിൽ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ഭക്ഷണങ്ങൾ പാചകം ചെയ്യുന്നതിന്റെ പേരിൽ നിങ്ങളുടെ അസോസിയേഷനിൽ നിന്ന് ഏതെങ്കിലും ഹോട്ടലുകളെ പുറത്താക്കിയിട്ടുണ്ടോ? മോശം ഭക്ഷണത്തിന് 2 ഭക്ഷണമുണ്ട്. ഇപ്പൊ പറഞ്ഞൊരു മോശം ഭക്ഷണമാണ്. ഉദാഹരണത്തിന് എറണാകുളത്ത് പഴങ്കഞ്ഞി കൊടുക്കുന്ന കടയുണ്ട്. ഈ ഇടയ്ക്ക് പെരുമ്പാവൂർ വന്നൊരു ഹോട്ടലിൽ നിന്ന് പിടിച്ചത് ചോറ് വെള്ളത്തിലിട്ടതാണ് എടുത്തുകൊണ്ട് പ്രദർശിപ്പിച്ചത്. ഞാൻ ആ ഉദ്യോഗസ്ഥരോട് ഇതെങ്ങനെ പൊരുത്തപ്പെടുന്നു? എന്റെ ചോദ്യം അതല്ല. നിങ്ങൾക്ക് ബോധ്യപ്പെട്ട ആരെങ്കിലും നിങ്ങൾ അങ്ങനെ കുറെ പേരെങ്കിലും പുറത്താക്കിയിട്ടുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാണ്. നിങ്ങൾ അങ്ങനെ നടപടി എടുക്കുന്നുണ്ടോ ഇല്ല? നടപടി എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിൽ മരണത്തിന് ഹാനികരമാവുക, വളരെ മോശമായ ഭക്ഷണം കൊടുക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട് അതായത് നീതിക്ക് നിരക്കാൻ കഴിയാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ മാത്രമേ പുറത്താക്കാൻ സാധിക്കുള്ളൂ. ഇവിടെ ചെറിയ ചെറിയ കുറ്റങ്ങൾ, അതായത് തലേ ദിവസത്തെ ചോറ് വെള്ളത്തിലിട്ടു പിറ്റേ ദിവസം പിടിച്ചു, ഫ്രീസറിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ടൊന്ന് പ്രദർശിപ്പിച്ചു, ഇങ്ങനെയുള്ള കുറ്റങ്ങളാണ് ഇവിടെ ചാർത്തപ്പെടുന്നത്. ചെറിയ ചെറിയ കുറ്റങ്ങൾക്കാണല്ലോ ഗവൺമെന്റ് പിഴശിക്ഷ വിധിക്കുന്നത്. പിന്നെ ഞങ്ങൾ ശിക്ഷ വിധിക്കേണ്ട കാര്യമില്ല. 10,000 രൂപയും 5,000 രൂപ പിഴശിക്ഷ വിധിക്കുന്ന ഹോട്ടലുകളുടെ ഇഷ്ടം പോലെ ഉണ്ട്. അവരെ പുറത്താക്കലല്ല, അവരെ നേർവഴിക്ക് തിരിക്കലാണ് ഞങ്ങളുടെ മാർഗം. ശരി, എന്തായാലും നിങ്ങൾ നേർവഴിക്ക് നയിക്കുക. എല്ലാവരെയും നിങ്ങൾ നേർവഴിക്ക് നയിച്ച് കേരളത്തിലെ ഹോട്ടലുകളെല്ലാം നല്ല രീതിയിലുള്ള ഭക്ഷണം മാത്രം ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമത്തിൽ നിങ്ങൾ കൂടി പങ്കാളികളാകും എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം നിങ്ങളുടെ കൂടി വ്യവസായമാണ്. നിങ്ങളുടെ ഈ വ്യവസായം നിലനിൽക്കേണ്ടത് പൊതുജനങ്ങളെക്കാൾ കൂടുതൽ ആവശ്യം ഈ വ്യവസായം നടത്തുന്നവർക്കുണ്ട്. അതുകൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും അനീഷിലേക്ക് ഒരിക്കൽ കൂടി. അനീഷ്, ഈ റെയ്ഡ് സംബന്ധിച്ച് മറ്റെന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ടോ? നേരത്തെ നഗരസഭാ കൗൺസിലർ പറഞ്ഞതുപോലെ തന്നെ ഈ കളമശ്ശേരി ഭാഗത്തെ ഹോട്ടലുകളിലേക്കും ഒപ്പം ഈ അൽഫാമും ഷവർമ ഒക്കെ ഉണ്ടാക്കുന്ന സെൻറ്ററുകളിലേക്കുമാണ് ഈ ചിക്കൻ പോയതെന്നാണ്. തമിഴ്നാട്ടിൽ നിന്നും എത്തിച്ച ചിക്കനാണ്. അപ്പോൾ അവിടെ രോഗം ബാധിച്ചും മറ്റുമൊക്കെ മരിച്ച ചിക്കൻ വളരെ താഴ്ന്ന നിരക്കിൽ ഈ ഹോട്ടൽ ഉടമകൾക്കും മറ്റുമൊക്കെ ലഭ്യമാവും. ആ അവസരമാണ് ഈ കച്ചവടക്കാരൻ മുതലെടുത്തെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ പിടിച്ചെടുത്ത ഇറച്ചി ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ നശിപ്പിച്ചു കളയുന്നതിനുള്ള നീക്കമാണ്. അയൽവാസികൾക്ക് പോലും അസഹനീയമായ രീതിയിലുള്ള ഗന്ധം പുറത്തു വന്നതിനെ തുടർന്നാണ് ഈ നഗരസഭ അറിയിക്കുകയും റെയ്ഡ് നടത്തുകയും ഒക്കെ ചെയ്തത്. എന്തായാലും ഇത്രയധികം വാർത്തകൾ പുറത്തു വരുമ്പോഴും ഇത്തരം പഴകിയ ഇറച്ചിയൊക്കെ സൂക്ഷിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും അത്ഭുതകരം. ശരി.